Come on, amigo. Live the trials. Cheer up. അവിനാഷ്, Ah, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? sure. എന്ത് ഹെൽപ്പ് വേണം ചെയ്യാം? ഡേവിഡ് സാറിനെ ഇടിക്കണം. ഇടികൊണ്ട് സൂപ്പായി അയാൾ വീണ് കിടക്കുമ്പം സിനിമയിലൊക്കെ കാണുന്ന പോലെ അയാളുടെ നെഞ്ചിൽ കാല് വെച്ചിട്ട് ദിസ് ഇസ് ഫോർ ആൻ മറിയ യു സ്റ്റുപ്പിഡ് മോങ്കി ഫേസ് എന്ന് പറയണം. അതിന് നീ എനിക്കൊരു വാടക കൊണ്ട് ഒപ്പിച്ചു തരണം. ഞാൻ വാടക കൊണ്ട് പറ്റൂല? അത് പിന്നെ ഷുവർ, ഞാൻ നോക്കട്ടെ. ഇതെന്താ സംഭവം? പപ്പ അയച്ചു തന്ന ഗിഫ്റ്റാ. ഇതില് വിളിച്ചാൽ മതി. 2 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. എല്ലാം സൂക്ഷിച്ചു വേണം. ഇതിപ്പോ എന്തൊരു തലവേനയിലത്. ഈ സ്പോർട്സ് ഒരു 2 ആഴ്ച മുമ്പാണ് ഒരു കുഴപ്പമുണ്ടാകുന്ന ലിസ്റ്റ്. കാക്കരിവേട്ടൻ പരോള് കഴിഞ്ഞ് പോയിട്ട് 2 ആഴ്ചയായി. കുപ്പിസുര അടിപിടിക്കില്ല, ബെട്ട് മാത്രം. ഇനിയിപ്പോ ആരെ സംഘടിപ്പിക്കും? ചേട്ടൻ ശരിക്കും ഒന്ന് ആലോചിക്കേ. ചേട്ടന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇടിക്കാറ് കാണൂലേ? ഒരാളും കിട്ടണില്ലല്ലോ. നീ ആദ്യമായിട്ട് അവളൊരു കാര്യം ചോദിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതി വല്ല പൂവക്കായ പറക്കണ കാര്യമെന്ന്. അവള് വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ചേട്ടൻ എന്നെ കൈ വിടരുത്. ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒപ്പിച്ചേരണം. പൈസ ആവശ്യണ്ടായിട്ടല്ല, ആളെ കിട്ടാഞ്ഞിട്ടാണ്. നീ ആദ്യം ഒരു കാര്യം ചോദിക്കുമ്പോ നോക്കാം. റിലേറ്റീവ്സിലെ ഒരാളുണ്ട് മോനെ. എന്റെ വകയിലൊരു ബന്ധുവാ, പൂമ്പാറ്റ ഗിരീഷ്. പൂമ്പാറ്റ ഗിരീഷ? യു മീൻ ബട്ടർഫ്ലൈ? അതെ, പൂമ്പാറ്റ. ബാക്കിയെല്ലാരും അടിച്ച പൊന്നി ചെലവർക്ക, ഗിരീഷ് അടിച്ചല്ലേ പൂമ്പാറ്റ വർക്കും. നല്ല മുട്ടം പൂമ്പാറ്റ. ഒരെണ്ണം കിട്ടിയ മോനെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ലാട്ടാ. അങ്ങനെ വീണ പേരാ. അത്ര വലിയ ഇടിക്കാരനാണോ? ഡേവിഡ് സാർ ഇച്ചിരി വലുതാ. ഇടിക്കാരനാണോന്നാ? ഗിരീഷ് ഏട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഡീലിന്റെ കഥ കേൾക്കണ. നമ്മുടെ ഗിരീഷ് ഏട്ടനും പിന്നെ ഗാന്ധി സുഖം എന്ന് പറഞ്ഞൊരു ഓഞ്ഞത്തെണ്ടിയും കൂടി സൈമൺ സാറിന്റെ കുഴൽപ്പണം ഡെലിവറിനായിട്ടെ മലബാറിലേക്ക് രാത്രി ഇങ്ങനെ പോയിരുന്നു. കുഴൽപ്പണോ? നമ്മുടെ പൈസ ഈ കൊറേ കാശിക്ക് ബേഗിലിട്ടുണ്ടായാലേ പോലീസുകാർ പിടിക്കും. അപ്പൊ നമ്മൾ ഈ ഡൗട്ട് വന്നിരിക്കാൻ വേണ്ടിട്ട് ഈ വലിയ PVC പൈപ്പല്ലേ ഈ കാശൊക്കെ അതിനുള്ളിൽ കുത്തിക്കയറ്റുകൊണ്ടു. അതാണ് ഈ കുഴൽപ്പണം. നീ അത് വിട്ടേ, നീ കഥ കേൾക്ക്. അങ്ങനെ നമ്മുടെ ഗിരീഷ് ഏട്ടനും ഗാന്ധിസും കൂടി ജീപ്പില് രാത്രി ഇങ്ങനെ പോവായിരുന്നു. എന്നെ കൂടി പണിക്കൂട്ടിന് താങ്ക്സ് ഉണ്ട് ഗിരീഷ് ഏട്ടാ. എന്താടാ? ഞാനൊന്ന് മുള്ളിട്ട് വരാം. അത് കഴിഞ്ഞ് ഗിരീഷ് ഏട്ടൻ ഒരു സിഗരറ്റ് കത്തിച്ച് നോക്കുമ്പോണ്ടാ, 1 ഗുണ്ട, 2 ഗുണ്ട, 3 ഗുണ്ട, ഗുണ്ടകളോട് ഗുണ്ട. ഗിരീഷേ, ഒന്നും വിചാരിക്കരുതിട്ടാ. നീ എത്ര കാലമായി സൈമൺ സാറിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ 5-6 കോടിയുണ്ട്. ലൈഫ് സെറ്റിൽ ആവാനേ ഇത് മതി. നിന്നോട് പറഞ്ഞ കാശ് അടിച്ചു മാറ്റാനോട്ട് നീ സമ്മതിക്കുകയില്ല. ചതിയാണെന്നൊന്നും വിചാരിക്കരുതിട്ടാ. നല്ല മുട്ടം പണി അറിയാവുന്ന പിള്ളേരാ. ഒന്ന് മുട്ടി നോക്കുന്ന ഒന്ന് മുട്ടി നോക്ക്. പിന്നെ ഗിരീഷ് ഏട്ടൻ അങ്ങോട്ട് അടിയായിരുന്നു, അടിയോടടി. എല്ലാരും കണ്ണി കൂടെ പൂമ്പാറ്റ പറന്നു. അധികം സമയം കളയാനില്ല, പിന്നെ കാശിന് വെയിറ്റ് ചെയ്യുന്നവരെ പിണക്കാനും പറ്റില്ല. അപ്പൊ എങ്ങനെയാ, പെട്ടെന്ന് തുടങ്ങല്ലേ? അപ്പൊ പണി നടക്കട്ടെ. എനിക്കിതൊന്നും കാണാൻ വയ്യേ. വേഗം തീർത്തേക്കട പിള്ളേരെ. ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാം. നീ വാടാ ഡ്രൈവറെ. മതി, പൂമ്പാറ്റ തന്നെ മതി. ചേട്ടൻ വേഗം പോയി ചോദിക്കേ, ഞാൻ എന്നോട് പറയട്ടെ. അതൊക്കെ റെഡി, ബഡ്ഡി ചെല്ല്. ഹലോ അവിനാഷ്, ഓവർ. ആൻഡ് ഓവർ. ഗുണ്ട റെഡി. പൂമ്പാറ്റ ഗിരീഷ്.
എന്താടാ കാലത്ത് തന്നെ സ്കൂളൊന്നുമില്ലേ? ഇന്ന് ശനിയാഴ്ച ലീവാ. ലീവാ? ആ ഗിരീഷ് ഏട്ടാ ഈ ചെറിയ ഡിക്കോട്ടേഷനൊക്കെ പിടിക്കൂ? പിടിക്കും. ഞങ്ങളിപ്പോ ഒരു ചേഞ്ചിന് ചെറിയ പണികളെ പിടിക്കാറുള്ളൂ. തടാ ആർക്കാവശ്യം? അതൊരു സാറിനടിക്കാനാ. വളരെ നല്ലത്. ഇതിപ്പോ കോളേജ് പിള്ളേരൊക്കെ കൊട്ടേഷൻ പഠിക്കാൻ തുടങ്ങിയ? കൂടിക്കെട്ടേ. കോളേജ് പിള്ളേരല്ല, സ്കൂൾ പിള്ളേരാ. LP UP. ഓർഡറാ ഓർഡറാ. രാവിലെ മനുഷ്യന്റെ ഉറക്കവും കൊട്ടേഷൻ. കാലം പോയൊരു ഓക്കെ. നേരം വെട്ടോ നിന്റെ പരിപാടി. അയ്യോ എന്താടാ? എടാ നിന്നെ പോലെ വേലയും കൂലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് പൊതുവായിട്ടുള്ള എന്താണെന്നറിയോ? നിന്നെ പോലെ ജോലിയും കൂലില്ലാത്ത കൂട്ടുകാർ. പിന്നെന്താ? അതല്ല, ഇതുപോലെ ഒരിക്കലും നടക്കാത്ത പ്രേമം. നീ ഇവളുടെ പുറകെ നടന്ന് കുരഞ്ഞ് നാളെ ഇവളെ ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ വന്ന് കെട്ടി അവളുടെ കല്യാണത്തിന് പോയി നമ്മൾ രണ്ടും സദ്യയുണ്ട്. അവസാനം അവളുടെ ഫസ്റ്റ് നൈറ്റിന് അതെ, ഇതിനുള്ള പകരം വീട്ടുന്നതേ എന്റെ അവളുടെ കല്യാണക്കുറി ഉണ്ടായിരിക്കും. നോക്കാം. കല്യാണക്കുറി ഈ വീടിന്റെ മോന്തായം ദ്രവിച്ചിട്ട് മാറ്റി വയ്ക്കാൻ പറ്റാത്തവനാ കല്യാണക്കുറി കൊണ്ടുവരുന്നത്. ചെറുക്കനെ വഷളാക്കാനായിട്ട് അവന്റെ കൂടെ അങ്ങനെ നടക്കണം. തള്ളയുടെ ആട്ടും തുപ്പും നിൽക്കാൻ പോണത് മടുത്തു.